പാവയ്ക്ക വെച്ചിട്ട് ഒട്ടും കയ്പില്ലാതെ ഒരു പുളിങ്കറി തയ്യാറാക്കിയെടുത്താലോ? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ് മോനു വ്ളോഗ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാവയ്ക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പാവയ്ക്കൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുരു കളയാതെയാണ് നമ്മൾ കറി തയ്യാറാക്കി എടുക്കുന്നത്. ഇനി പാവയ്ക്കൊക്കെ നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കല്ലുപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കാം. ഇനി ഇതൊരു 20 മിനിറ്റ് നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കാം. ഇനി പാവയ്ക്ക നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് ഞെക്കി പിഴിഞ്ഞിട്ട് ഇതിലെ വെള്ളം കളഞ്ഞിട്ട് വേണം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാനായിട്ട്. ഇനി ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. കറിയിൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പാവയ്ക്ക ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ പാവയ്ക്കയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. എപ്പോഴും എണ്ണ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് എണ്ണ മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതേ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് സ്വല്പം ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉലുവ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. 2 പച്ചമുളക് ഇതുപോലെ കീറിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയുടെയൊക്കെ കളറൊക്കെ മാറി വരുന്ന ടൈമിൽ വേണം നമുക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ. ഉള്ളിയൊക്കെ ഇതുപോലെ കളർ മാറി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം അതിനായിട്ട് തീയൊന്ന് കുറച്ച് വെക്കുക. ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് തന്നെ ഒന്ന് മാറി വരണം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് തന്നെ മാറി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഈ തക്കാളി ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഉടഞ്ഞു വരണം. അപ്പോൾ ഇത് തക്കാളി നന്നായിട്ട് തന്നെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ 1 ബൗൾ കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതവിടെ കറി നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ ചാറൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കുറുകി വരണം. അതുവരെ നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. പാവയ്ക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം കറി നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട്. ഈ ടൈമിൽ ഇതിലേക്ക് കുറച്ച് ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. താല്പര്യമില്ലാത്തവർക്ക് ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇത് ചേർത്ത് കൊടുത്തിട്ടൊരു 10 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ നല്ല രുചി അറിയുള്ളൂ. അപ്പോൾ എല്ലാവരും തലേ ദിവസം തന്നെ തയ്യാറാക്കി വയ്ക്കുക. എന്നിട്ട് കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. രുചികരമായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും കഴിയും. ഇങ്ങനെ നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ കൈപ്പക്കയുടെ കയ്പൊന്നും അനുഭവപ്പെടുകയുമില്ല. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. ചാറൊക്കെ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.